ഇത്രയും ബുദ്ധിമുട്ട് അവിടെ പോയിട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണെങ്കിൽ കഴിഞ്ഞില്ലേ. ഈ ടിബറ്റിൽ പോകുന്ന സമയത്തെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളോട് സംസാരിച്ചിരുന്നു അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ നമുക്ക് ആ ജീവിതത്തെ കണ്ടറിയാൻ പറ്റും. അവരുടെ രൂപം തന്നെ വ്യത്യാസമുണ്ട്, അവരുടെ ജീവിത രീതി വ്യത്യാസമുണ്ട്, അവരുടെ ഭക്ഷണ രീതി വ്യത്യാസമുണ്ട്, അവരുടെ ആരാധന രീതി നമ്മളെക്കാളൊക്കെ വളരെയേറെ കെടുന്നുകൊണ്ടാണ് പഠിക്കുന്നത്. ഒരാൾ നമസ്കരിച്ചിട്ട് ആ നമസ്കരിച്ചോടുന്ന് എണീറ്റിട്ട് ആ തല വന്ന സ്ഥലം വരെ നടക്കും, വീണ്ടും നമസ്കരിക്കും. അങ്ങനെയാണ് കൈലാസത്തെ പരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിർവൃതി തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരുന്നു? ഞാൻ പോയി തൊഴുതു എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് സന്തോഷമാണ് ഞാൻ ഇത്രയും പേരെ കൊണ്ടുപോയി തൊഴിപ്പിച്ചു എന്ന് പറയുന്നത്. അവരുടെ സന്തോഷം കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ നിർവൃതി. നമ്മൾ 84 വയസ്സുള്ള ആൾക്കാരെ വരെ ചാർധാം യാത്രകൾ പോകും. പലപ്പോഴും എന്ന് വെച്ചാൽ പാരന്റ്സിനെ നമുക്ക് ഏൽപ്പിച്ചിരുന്ന മക്കളായിരുന്നു. അപ്പൊ അവരെ കൊണ്ടുവന്ന് തിരിച്ച് സേഫ് ആയിട്ട് കൊണ്ടുവരാന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തം. ഇപ്പൊ ഒരുപാട് പേരെ യാത്രകൾക്ക് കൊണ്ടുപോകാറുണ്ട്. അവര് പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? ജീവിതത്തില് ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും എന്ന് കരുതിയിരുന്ന ഒരു യാത്ര സഫലമാവും. അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് കയറി വരുമ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്ന ഒരു നനം അല്ലെങ്കിൽ ഒരു തിളക്കം, ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ്. ഇപ്പോ നമുക്കറിയാം ഒരു കാലഘട്ടത്തില് ഈ മാനസരോവർ യാത്ര നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ യാത്ര പുനരാരംഭിച്ചപ്പോൾ അവിടേക്ക് പോയ ആദ്യ ബാച്ച് എന്ന് പറയുന്നത് ചേട്ടന്റെ നേതൃത്വത്തിലുള്ള ബാച്ചാണ്. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? അതായത് മാനസരോവർ യാത്ര 2 തവണ നിർത്തി വെച്ചിട്ടുണ്ട്. 1952 ചൈന യുദ്ധത്തിന് ശേഷം നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വാജ്പേയി വിദേശകാര്യമന്ത്രിയായിരുന്ന സമയത്ത് 81-ലാണെന്ന് തോന്നുന്നു റീസ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പൊ ഈ കോവിഡ് സമയത്ത്, കോവിഡ് അല്ല അതിന്റെ കാരണമെന്നും അതിർത്തിയിലുണ്ടായ ചില തർക്കങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട്. കോവിഡിന്റെ കാരണം പറഞ്ഞുകൊണ്ട് 6 വർഷത്തോളം കൈലാസ യാത്ര 2019 മുതൽ 2025 വരെ നിർത്തിവെച്ചു. അപ്പൊ മറ്റ് രാജ്യക്കാരൊക്കെ അവിടെ കൈലാസ യാത്ര ചെയ്തിരുന്നു. ഇന്ത്യൻ പാസ്പോർട്ടുകാർക്ക് മാത്രമാണ് നിർത്തിയത്. അതിനുശേഷം 2025-ലാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷങ്ങളിലും പല ട്രാവൽ ഏജൻസികളും ഈ യാത്ര മുടങ്ങിയിട്ടുന്ന 6 വർഷങ്ങളിലും പല യാത്രാ ഏജൻസികളും ഇത്തവണ മാനസരോവർ തുറക്കും എന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ നടത്തി ആളിൽ നിന്ന് പൈസ മേടിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും അലിഗേഷൻസ് നമ്മൾ കേട്ടു. പൈസ തിരിച്ചു കൊടുത്തില്ല, കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യാത്രയ്ക്ക് തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പെർമിറ്റ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ പൈസ അടയ്ക്കുള്ളൂ. ആദ്യമേ തന്നെ പറഞ്ഞു ആരും ഇപ്പൊ പൈസ അടയ്ക്കണ്ട, അത് നിങ്ങൾക്ക് ചൈനയിൽ നിന്നുള്ള പെർമിറ്റ് വന്ന് നിങ്ങളുടെ പേര് കണ്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ അടച്ചാൽ മതി എന്നുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവിടെ തന്നെ വലിയ റിസ്ക് എടുത്തു. അതിൽ തന്നെ നമുക്ക് 3-4 പേരുടെ അനുഭവം വളരെ മോശമാണ്. കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് പെർമിറ്റ് വന്നതിന് ശേഷം യാത്രയിൽ നിന്ന് പിൻവാങ്ങി പോയ ആൾക്കാരുണ്ട്. കാരണം യാത്രയിൽ നിന്ന് പിൻവാങ്ങി പോകുമ്പോൾ നമുക്കൊരു 18,500 രൂപ നമ്മുടെ പ്രോസസ്സിംഗ് ഫീസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ വിസ ക്യാൻസലേഷൻ കൊണ്ട് അവർ വേറെ ഫീസ് മേടിക്കും. ഇപ്പൊ 10-24,000 രൂപ ഒരാളുടെ പേരിൽ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. പോട്ടെ, അത് പിന്നെ അവരുടെ അങ്ങനെ ഇരിക്കട്ടെ. എല്ലാം നമുക്ക് സാമ്പത്തികം മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് എന്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ 6 വർഷക്കാലം കൊണ്ട് അവിടെ വന്ന മാറ്റം എന്ന് ഇവൻ നേപ്പാളിൽ നിന്നുള്ള നമ്മളൊരു 3 രാജ്യങ്ങളിലെ കൺസോർഷ്യാണ് ഈ യാത്ര നടത്തുന്നത്. ചൈന, ടിബറ്റിൽ നിന്നുള്ള ആൾക്കാർ, ചൈനയിൽ നിന്നുള്ള ആൾക്കാർ, നേപ്പാളിൽ നിന്നുള്ള ആൾക്കാർ, ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ, അങ്ങനെ 3 കൺസോർഷ്യം കൂടിയിട്ടാണ് ഈ യാത്ര നടന്നത്. അപ്പൊ നേപ്പാളിൽ നിന്നുള്ള കാലങ്ങളായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് പോലും എന്താണ് അവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഇന്ത്യക്കാർക്ക് വേണ്ടി എന്താണ് ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, മറ്റുള്ളവർക്ക് കുറെ മാറ്റങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതിൽ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആകെ പിന്നെ എന്തൊക്കെയായിരിക്കും നമുക്ക് ഇവിടുന്ന് പോകുന്നവർക്കും അറിയില്ല. അപ്പൊ ആകെ ആശങ്കകളുള്ള സമയത്താണ് നമ്മൾ ആ യാത്ര പുറപ്പെടുന്നത്. അപ്പൊ ഈ കേരളത്തിൽ തന്നെയുള്ള പല ഏജൻസികളും നമ്മളായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കത്തിൽ, ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഏജൻസികൾ സമ്പർക്കത്തിലുണ്ടായിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. സർക്കാർ യാത്ര പോയി, അതുപോലെയല്ല നമ്മുടെ പ്രൈവറ്റ് യാത്ര എന്ന് പറയുമ്പോൾ അത് ഡിഫറെന്റ് ആണ്. അപ്പൊ നേപ്പാൾ വഴി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ യാത്രയിൽ ഞങ്ങൾ അപ്പുറത്ത് ഫ്രണ്ട്ലി ബ്രിഡ്ജ് വഴി കേരളത്തിലേക്ക് കടന്നതിന്റെ 4ാമത്തെ ദിവസമാണ് സൗത്ത് ചൈനയിൽ ഉണ്ടായ ഫ്ലഡിൽ ആ പാലം തന്നെ ഒഴുകിപ്പോയി. തിരിച്ചു വരാനുള്ള വഴി തന്നെ ഇല്ലാതായി. പിന്നെ നീളമുള്ള ഒരു വഴി കൂടെ നമ്മൾ പഴയ ഒരു വഴി, അതായത് പണ്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഒരു വഴി കൂടെ ആദ്യമായിട്ട് ആ വഴി തുറന്നിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. പോലീസ് അകമ്പടിയോട് കൂടിയിട്ട് ആദ്യത്തെ വണ്ടി നമ്മൾ തിരിച്ചു വന്നു ആ വഴി. അവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ വഴികൾ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 24 പേരെ ബാച്ചായിരുന്നു. അപ്പൊ ആ 24 പേരെ ബാച്ചിനെ കൊണ്ടുപോകുമ്പോൾ ഈ പറയുന്ന ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു, എന്താണ് സംഭവിക്കുന്നത്. പക്ഷെ ഭാഗ്യം, ഭഗവാന്റെ സഹായം എന്ന് പറയുന്നത് 24 പേരും അവിടെ വന്ന് ദർശനം നടത്താനും 24 പേർക്കും പരിക്രമണം നടത്താനും പറ്റും. സാധാരണ കൈലാസ യാത്രകളിൽ അതങ്ങനെ സംഭവിക്കാറില്ല. 100% എന്ന് പറയുന്ന ഒരു ദർശനം പരിക്രമണം നമുക്ക് സാധാരണ കൈലാസ യാത്രകളിൽ സംഭവിക്കില്ല. അതിപ്പോ നേപ്പാൾ, ടിബറ്റ് ഗൈഡുകൾ പോലും അത്ഭുതപ്പെട്ട ഒരു ബാച്ചായിരുന്നു. അത് വളരെ സുഖകരമായ കാലാവസ്ഥയായിരുന്നു, മഞ്ഞ് വളരെ കുറവായിരുന്നു, വളരെ മനോഹരമായി നമ്മൾ പോയി. അതിമനോഹരമായ ദർശനം. എന്നുവെച്ചാൽ 6 വർഷങ്ങൾക്ക് ശേഷം പോവാന്ന് പറയുന്നതിന്റെ ഒരു ആനന്ദം വേറെയുണ്ട്. നമ്മുടെ ആദ്യത്തെ ബാച്ചായി പോയി എന്നുള്ള ആനന്ദമുണ്ട്. അവിടെ ചെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ മനോഹരമായ അനുഗ്രഹമാണ് കിട്ടിയത്. ഇതൊന്നും നമ്മുടെ കഴിവുകൾ എന്നുള്ള രീതിയിൽ എടുക്കരുത്. കാരണം അവിടെ എന്താണ് നിങ്ങൾക്ക് വരാൻ പോണെന്നുള്ളത് നിശ്ചയിക്കുന്നത്
വേറൊരു ആളാണ്, നമ്മുടെ കയ്യിലല്ല. നമുക്ക് എല്ലാ തയ്യാറെടുപ്പും ചെയ്ത് പോവാം, പക്ഷെ എന്തായിരിക്കും അവിടെ കിട്ടുക? ഇപ്പോൾ ഒരു മഞ്ഞ് മൂടുന്ന ഒരു സ്ഥലമാണ്. പെട്ടെന്നൊരു ദിവസം നമ്മൾ ചെല്ലുമ്പോൾ ഇറാബുക്കിന്റെ മുമ്പിൽ നിൽക്കുന്ന നേരത്ത് നമ്മുടെ കൈലാസം കാണുന്ന സ്ഥലം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അല്ലെങ്കിൽ മൂടൽ മഞ്ഞ് വന്ന് മൂടിക്കഴിഞ്ഞാൽ നമുക്ക് ദർശനം പോലും കാണാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അവിടെ വരെ പോയി ഇത്രയും ബുദ്ധിമുട്ട് അവിടെ പോയിട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണെങ്കിൽ കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും 4.5 കിലോമീറ്റർ ചുറ്റോളം മുഴുവൻ നിങ്ങൾക്ക് മഞ്ഞ് മാറ്റാനുള്ള കഴിവ് നമുക്കില്ലല്ലോ. അപ്പൊ ഇത് പൂർണ്ണമായും ദർശനം അവിടുന്ന് വരുന്നതാണ്. പക്ഷെ ആ ദർശനം വളരെ മനോഹരമായിട്ട് കിട്ടി. അതിമനോഹരമായിട്ട് നമ്മൾ യാത്ര കണ്ടു, നമ്മൾ ദർശനം നടത്തി. എല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി, ഒരു പരിക്കുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ തിരിച്ചെത്തി. അപ്പൊ ഈ വരുന്ന സമയത്ത് ഒരു ആശങ്ക ഉണ്ടായിരുന്നത് ആ വഴി തുറക്കാതെയായിരുന്നു, പാലം ഒലിച്ചു പോയതിന്റെ. അടുത്ത വർഷമാകുമ്പോഴേക്കും വീണ്ടും ആ പാലം വരും. പാലം ഒരു മാസത്തിനുള്ളിൽ പണി തീരുന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഈ പുതിയ വഴി, അന്ന് പഴയ ലാൻഡ് സ്ലൈഡ് വന്ന വഴി കൂടെ നമ്മൾ കടന്നു വന്ന്, നേലോം വഴി കടന്നു വന്ന്, ആ വഴി ഞങ്ങൾ വരുന്നിടത്ത് എല്ലായിടത്തും കൺസ്ട്രക്ഷനാണ്, അതിലെ വാഹന ഗതാഗതം ഇല്ല. അപ്പൊ ഒരു പോലീസ് വാഹനം മുമ്പിൽ വന്ന് ഓരോ സ്ഥലത്തും കൺസ്ട്രക്ഷൻ നിൽക്കുന്ന ക്രെയിനുകൾ മാറ്റി അതിന്റെ കെട്ടുകൾ കഴിച്ച് ആ വഴി കൂടെ നമ്മൾ വന്നു. അപ്പോൾ തിരിച്ചു വന്നത് ആ വഴി. ഇപ്പൊ ഈ വർഷം തുടങ്ങിയ ആ വഴി കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് വന്നത് നമ്മുടെ ബാച്ചാണ്. അപ്പൊ അതിലും എന്നിട്ട് പോലും ഒരു തടസ്സമില്ലാതെ നമുക്ക് വരാൻ പറ്റുന്നത് വളരെ ഭാഗ്യമാണ്. രണ്ടാമത്തെ ബാച്ചിന്റെ യാത്രയുടെ അവസാന ദിവസങ്ങളിൽ നമ്മൾ കാഠ്മണ്ഡുവിൽ എത്തിയപ്പോഴാണ് അവിടെ ഈ നേപ്പാളിലെ കലാപം നടക്കുന്നത്. അവിടെയും നമ്മൾ താമസിച്ച ഹോട്ടലിന്റെ തൊട്ടപ്പുറത്തുള്ള മോളും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വെറും 15 മിനിറ്റ് ലേറ്റിൽ നമ്മൾ തിരിച്ചു പോയി കറക്റ്റായിട്ട്. അതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇത്രയും പേരുടെ ചുമതല നമ്മുടെ തലയിൽ ഉണ്ടാവുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഉത്തരവാദിത്തം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥന കൊണ്ടുപോകുന്നവരുടെ ഉള്ളിലുണ്ട്. അത് എങ്ങനെ ഇവരെ കാശ് കിട്ടി, ഇനിയിപ്പോൾ അവർ കണ്ടാലും കണ്ടില്ലെങ്കിലും കൊള്ളാം എന്ന് പറയുന്നതല്ല തീർത്ഥയാത്ര. നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥന നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാവർക്കും ആ ദർശനം കിട്ടണം എന്നുള്ളതാണ്. ആ ഒരു പ്രാർത്ഥന അവരെ സേഫായിട്ട് തിരിച്ചെത്തിക്കുന്നവരെ നമ്മളുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ദില്ലിയിലെത്തി പിരിയുന്ന സമയത്ത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. അതിനുശേഷമാണ് നമ്മൾ ഭഗവാനായിട്ടുള്ള സംസാരം തുടങ്ങുന്നത്, നന്ദി പറയാമോ. അതുവരെ ഇത് പ്രാർത്ഥന തന്നെയാണ്. ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ടിബറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഭക്ഷണത്തിനുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് കോമ്പൻസേറ്റ്, അല്ലെങ്കിൽ ഭക്ഷണക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം ഒരു വലിയ ഘടകമാണ് യാത്രയിൽ. കാരണം ഒന്ന്, പരിചയമില്ലാത്ത സ്ഥലത്തെ കൂടെയുള്ള യാത്രയാണ്, പരിചിതമല്ലാത്ത കാലാവസ്ഥ കൂടെയാണ്. അപ്പം ഭക്ഷണം ഇപ്പോൾ കൂടി പരിചിതമല്ലാതെ വരുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ തനതായ ഭക്ഷണം കൊടുക്കുന്നതിൽ വളരെ പരിമിതികളുണ്ട്. അത് നേപ്പാളിൽ നമുക്ക് നല്ല ഒരു പരിധി വരെ നമുക്ക് ഇഡ്ഡലി ദോശ വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഹോട്ടലുകളുണ്ട്. അപ്പോൾ നേപ്പാൾ കഴിയുന്നവരെ നമുക്ക് ഏകദേശം നമ്മുടെ തോന്നൽ വരാവുന്ന ഒരു ഭക്ഷണമാണുള്ളത്. അതിനുശേഷം ചൈനയിൽ നമുക്ക് ഒരിക്കലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള ഭക്ഷണം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നേപ്പാളിൽ നിന്ന് നമ്മൾ കുക്കുകളെ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ കുക്കുകളെയും ഭക്ഷണ സാധനങ്ങളും കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് ഓരോ സ്ഥലത്തും ഭക്ഷണം തയ്യാർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രഥമ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് ആർക്കൊരു അസുഖം വരാൻ പാടില്ല. അപ്പോൾ നല്ല ഇന്ത്യൻ രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുക. വളരെ മനോഹരമായിട്ട് തന്നെ അവർ തിരിച്ചു പോരും. ആരങ്ങനെ വലിയ കുഴപ്പം പറയുന്നത് കേട്ടില്ല. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ ശൈലിയിലുള്ള ഥാലികളൊക്കെ ആകുമ്പോൾ ചില ആൾക്കാർക്ക് ചില പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഈ ചപ്പാത്തി, പിന്നെ നമ്മൾ ഈ കുത്തരിച്ചോറൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. അവിടെ കോളം റൈസുകളൊക്കെയാണ് കിട്ടുന്നത്. പക്ഷെ എന്നാലും തിരക്കേടില്ലാത്ത ഭക്ഷണമാണ്, ഇന്ത്യൻ ഭക്ഷണമാണ്, സുഖമായിട്ട് വരാം. ഈ ടിബറ്റിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ? നമുക്ക് ടിബറ്റിലെ ലോക്കൽ ആളുകളോട് സംസാരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം ഭാഷയാണ്. ഈവൻ നമ്മുടെ കൂടെ വരുന്ന നേപ്പാളികൾക്ക് പോലും അവരുടെ ഭാഷ പൂർണ്ണമായിട്ട് അറിയാം. പക്ഷെ നമുക്ക് അവരിൽ നിന്ന് അറിയാവുന്ന കാര്യം വെച്ചാൽ നമ്മുടെ കൂടെ വരുന്ന ചൈനീസ് ഗൈഡുകളുണ്ടല്ലോ, അവരും വളരെ കുറച്ചേ അവരൊക്കെ പറ്റി പറയുന്നു. പക്ഷെ നമുക്ക് ആ ജീവിതത്തെ കണ്ടറിയാൻ പറ്റും. അവരുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള അവരുടെ ബോൺ റിലീജിയക്കാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ബോൺ റിലീജിയന്റെ ഒരു പരിക്രമണ രീതിയുണ്ട്. ആ പരിക്രമണ രീതി എന്ന് പറഞ്ഞാൽ അവർ കിടന്നുകൊണ്ടാണ് പരിക്രമണം ചെയ്യുന്നത്. ഒരാൾ നമസ്കരിച്ചിട്ട് ആ നമസ്കരിച്ചോടുന്ന് എണീറ്റിട്ട് ആ തല വന്ന സ്ഥലം വരെ നടക്കും, വീണ്ടും നമസ്കരിക്കും. അങ്ങനെയാണ് കൈലാസത്തെ പരിക്രമണം ചെയ്യുന്നത്. 25 ദിവസം എടുക്കുന്നത്. അത് വളരെ കായികമായിട്ട് വളരെ വലിയ ഒരു അധ്വാനമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ദിവസം കൊണ്ട് കഴിയില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രൂപം തന്നെ വ്യത്യാസമുണ്ട്, അവരുടെ ജീവിത രീതി വ്യത്യാസമുണ്ട്, അവരുടെ ഭക്ഷണ രീതി വ്യത്യാസമുണ്ട്, അവരുടെ ആരാധന രീതി നമ്മളെക്കാളൊക്കെ വളരെയേറെ കടുപ്പുള്ളതാണ്. പിന്നെ നമ്മൾ ഇവരെ പറ്റി വായിച്ചറിയുമ്പോൾ ടിബറ്റിനെ സംബന്ധിച്ചിടത്തോളം ടിബറ്റിന്റെ സാംസ്കാരിക മേഖലയെ പതുക്കെ ചൈന കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടിബറ്റിന്റെ തനതായ ഒരു സംസ്കാരം പതുക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ നടത്തിയിട്ടുണ്ട് ചൈനയെ സംബന്ധിച്ച്, റോഡുകളായാലും സ്ഥാപനങ്ങളായാലും. അപ്പൊ അവിടെ ശ്രദ്ധിക്കുന്നത് എനിക്ക് തോന്നുന്നത് പഴയ ഒരു ടിബറ്റൻ ആധ്യാത്മിക ലെവലിൽ നിന്ന് പതുക്കെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് മോഡേൺ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലങ്ങളായാലും പോലും നമുക്ക് ആ മാറ്റം കാണാൻ പറ്റും. പണ്ട് കല്ലെടുക്കിയിട്ടുള്ള താമസ സ്ഥലങ്ങളായിരുന്നു, ഇപ്പൊ അതൊക്കെ കൂടുതൽ കോൺക്രീറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു.
പിന്നെ സിറ്റി വരുന്നു, വാഹനങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിത രീതിയിൽ മാറ്റം വരാണ്. ഇപ്പൊ ഒരുപാട് പേരെ യാത്രകൾക്ക് കൊണ്ടുപോകാറുണ്ട്. അവര് പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് നമ്മൾ എല്ലാ യാത്രകളിലും കൊണ്ടുപോകണം. നമ്മൾ ഓൾ ഓവർ ഇന്ത്യ 80ഓളം പാക്കേജസ് നമ്മൾ യാത്രകൾ കൊണ്ടുപോകുന്നു. അതിൽ ജ്യോതിർലിംഗ യാത്രകൾ ചെയ്യാറുണ്ട്, രാമായൺ സർക്യൂട്ട് ചെയ്യാറുണ്ട്, പിന്നെ ഈ പറയുന്ന കേദാർനാഥ്, ബഡാ ചാർധാം, ചോട്ടാ ചാർധാം, അങ്ങനെ പറയുന്ന ഒരുപാട് പഞ്ചകേദാർ, അങ്ങനെ ഒരുപാട് യാത്രകൾ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പ്രായമായ ആൾക്കാരെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള അനുഭവങ്ങൾ വരും. അതായത് ജീവിതത്തിൽ ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുമെന്ന് കരുതിയിരുന്ന ഒരു യാത്ര സഫലമാവുന്നു. അതിലിപ്പോൾ ചാർധാമൊക്കെ പോകുമ്പോൾ 4 ദർശനങ്ങളും 4 ധാമിലും ദർശനം പൂർത്തീകരിച്ചാലേ നമുക്കത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. കാരണം വെച്ചാൽ ഒരു ദർശനം ഒരാൾക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്കത് മാനസികമായിട്ടൊരു വിഷമമാണ്. അപ്പോൾ ആ പരമാവധി പ്രായത്തിൽ മുതിർന്ന ആളാണെങ്കിൽ പോലും നമ്മൾ പരമാവധി നമുക്ക് ആ സമയത്ത് ഒരു ധൈര്യം വരികയാണ്. അത് നമ്മുടെ ധൈര്യമല്ല, അത് ആരോ അവർക്കത് കാണാൻ യോഗങ്ങളുണ്ട്, നമ്മളിൽ കൂടെ നടക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ലേറ്റസ്റ്റ് ആദികൈലാസ യാത്ര പോയിരുന്നു. അത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ളൊരു ചേച്ചിണ്ടായിരുന്നു. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം മുട്ടിന് ഭയങ്കരമായിട്ട് പെയിൻ ഉള്ള ഒരാളായിരുന്നു. മുട്ടിന് ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ പാതാള ഭുവനേശ്വരം എന്ന് പറഞ്ഞ ഗുഹ എന്ന് പറയുന്ന ഒരു 100 അടിയോളം നമ്മളൊരു പൈപ്പിന്റെ വലുപ്പം മാത്രമുള്ള ഒരു വഴി കൂടെ ഇറങ്ങിപ്പോയിട്ട് താഴെ പോയതിനു ശേഷം വിശാലമായൊരു ഗുഹയാണ്. അപ്പോൾ ആ പാതാള ഭുവനേശ്വര യാത്രയിൽ നമ്മൾ പരമാവധി ശ്രമിച്ചു. എല്ലാവരും കൂടിയിട്ട് എല്ലാവരും സഹായിച്ചു കിട്ടും. നമ്മുടെ യാത്രക്കാരെല്ലാവരും കൂടി അവരെ നമ്മൾ വളരെ പാടുപെട്ടിട്ടാണെങ്കിൽ പോലും താഴ്ത്തിറക്കി. അത് കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരു കാലിന് വെയിറ്റ് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. എന്താണെങ്കിൽ പൂർണ്ണ ആരോഗ്യമുള്ള ആൾക്കാർക്ക് പോലും ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. പക്ഷെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇപ്പൊ നമ്മുടെ ആ ടീമിനെ പറ്റി നമ്മൾ അഭിനന്ദിക്കണം. കാരണം അതിലൊരാൾ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് വേഗം പോകണമെന്ന് പറഞ്ഞാലും പ്രശ്നമായി. അന്നില്ല, എല്ലാവരും ഒരുമിച്ച് നിന്ന് അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് കയറി വരുമ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്ന ഒരു നനവ് അല്ലെങ്കിൽ ഒരു തിളക്കം, ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ്. അത് പല സ്ഥലത്ത് ഇപ്പോൾ ചാർധാം യാത്രകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തലേ കൈ വെച്ച് അനുഗ്രഹിക്കുന്ന ഒരുപാട് പ്രായമായ ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ജീവിതത്തിൽ നടക്കില്ല എന്നവർ വിചാരിച്ചിരുന്ന ഒരു യാത്രയായിരിക്കും നടക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ ദർശനങ്ങൾക്കുള്ള മറ്റൊരു മാനം എന്ന് പറയുന്നത് ഇപ്പം മറ്റൊരു തീർത്ഥയാത്രകൾ പോലെയല്ല തീർത്ഥയാത്രകൾ. തീർത്ഥയാത്രകളെ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കൊണ്ടുപോവാണ്. ആ ദർശനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ കിട്ടുന്ന ചില സന്തോഷ നിമിഷങ്ങളുണ്ട്. അവരുടെ ആ ഒരു വികാരം നമുക്ക് ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ആ സന്തോഷം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച യാത്രകളൊക്കെ നടക്കുന്ന സന്തോഷമുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് ശരിക്കും പറഞ്ഞ തീർത്ഥയാത്രകൾ നടത്താനുള്ള ഏറ്റവും വലിയ പ്രചോദനം. കാരണം ഓരോ യാത്രയിലും നമുക്ക് ഇത്തരത്തിൽ, പിന്നെ മാത്രമല്ല പലരുടെയും പല അനുഭവങ്ങളുണ്ടല്ലോ. നമ്മൾ വിചാരിക്കുന്ന നിലവാരത്തിലല്ല അത് വരുന്നത്, നമ്മൾ വിചാരിക്കുന്ന നിലയിലല്ല അത്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ നടത്തുന്ന ചെറിയൊരു ഇടപെടൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അതിന് വേറെ മാനം ഉണ്ടായിരിക്കും. നമ്മുടെ റൊട്ടീനായിട്ടുള്ള ഒരു ഇടപെടൽ പോലും മാനം ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ തീർത്ഥയാത്രകൾ നടത്താൻ വേണ്ട പ്രയോജനം. കാരണം ഇത് വലിയ റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. പ്രായമായ ആൾക്കാരെ കൊണ്ടുപോകുക, അവർ പലപ്പോഴും എന്താ വെച്ചാൽ പാരന്റ്സിനെ നമുക്ക് ഏൽപ്പിച്ചിരുന്ന മക്കളായിരിക്കും. അപ്പൊ അവരെ കൊണ്ടുവന്ന് തിരിച്ച് സേഫായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ട പ്രചോദനം മുഴുവൻ നമുക്ക് ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് കിട്ടുക. അത് മനോഹരമായ അനുഭവമാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ മറ്റുള്ളവരെ ആരോഗ്യത്തിൽ ഇത്തിരി കുറവുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കുക, കൊണ്ടുവരിക, അതെല്ലാവരും ഒരു ദൗത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ഒരുപാട് വയസ്സുള്ളവര് വരുന്നിട്ടുണ്ടാവും കൂടെ. അപ്പോ ബുദ്ധിമുട്ടായിരിക്കുന്നു സ്വയം തോന്നിയിട്ട്, പക്ഷെ അത്ഭുതകരമായി അവരത് ആ യാത്ര കംപ്ലീറ്റ് ചെയ്തതൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഒരുപാട് പേരുടെ കേസിൽ അങ്ങനെയുണ്ട്. അതിപ്പോൾ കൈലാസത്തിൽ പോലും നമുക്ക് അതായത് 2 മാസം ബാക്കിയുള്ളൂ എനിക്ക് പോകാൻ, അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നിട്ട് സുഖമായിട്ട് അവർ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ 84 വയസ്സുള്ള ആൾക്കാരെ വരെ നമ്മൾ ഈ ചാർധാം യാത്രകൾക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചില കേസുകളൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ അവർ നേരിടുന്ന സമയത്ത് നമുക്ക് അവരെ കൂടെ നിൽക്കേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ലെവലുകളിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ പൊതുവിൽ ഇതുവരെ ആർക്കും അങ്ങനെ ഒരു വലിയ അപായങ്ങൾ, ചില അസുഖങ്ങളൊക്കെ വരാറുണ്ട്, ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് പിന്നെ മലയാണെങ്കിൽ താഴത്തേക്ക് വരുന്നതോടെ അത് മാറാറാണ് പതിവ്. അപ്പോൾ ഈ പ്രായമായവരാണ് നമ്മുടെ കൂടുതൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ പോകുമ്പോൾ ഈ അനുഭവം ഉണ്ട്. എപ്പോഴും നമ്മളൊരു എക്സ്ട്രാ മൈൽ നടക്കാൻ തയ്യാറായിട്ട് നമ്മൾ കൊണ്ടുപോകാം. ഏറ്റവും കൂടുതൽ നിർവൃതി തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരിക്കും? തൊഴിയിപ്പിക്കുന്നതാണ്. അതായത് തൊഴുന്നതിനേക്കാൾ നമുക്ക് സന്തോഷം തരുന്ന തൊഴിയിപ്പിക്കുന്ന, അത് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയതിന് ശേഷം അതാണ് ഇപ്പോൾ ഏറ്റവും നമ്മൾ ആസ്വദിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പോയി തൊഴുതു എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് സന്തോഷമാണ് ഞാൻ ഇത്രയും പേരെ കൊണ്ടുപോയി തൊഴിയിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ സന്തോഷം കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിയ നിർവൃതി. അത് അനുഭവിച്ച് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ ടീമിലൊക്കെ, ഒരുപാട് പേര് ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അത് തന്നെയാണ് അതിൻ്റെ നിർവൃതി.